എനിക്ക് രണ്ടാൺമക്കളാണ്. ഒരാളിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്യുന്നു. മറ്റൊരാൾ മലയാള സാഹിത്യത്തിൽ PhD പ്രീ സബ്മിഷന് കൊടുത്തിട്ട് തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ എന്താണ് അധ്യക്ഷൻ്റെ മക്കളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇയാൾക്ക് വട്ടാണോ എന്ന് ബഹുമാനപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഈ ചടങ്ങില്ലെങ്കിലും എപ്പോഴും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഇനി അവർക്കുണ്ടാകുന്ന മക്കളും ഒക്കെ എല്ലാ കാലത്തും സ്മരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തിരുനെല്ലൂർ കരുണാകരൻ സാർ എന്നുള്ളതാണ്. ശരിക്കും ബാലസാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം എഴുതി തള്ളുന്ന ഒരു കാര്യമാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിലുള്ള ഡെവലപ്മെന്റും അവർക്ക് നമ്മൾ കൊടുക്കുന്ന അറിവ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് തന്നെ എത്ര കൊച്ചു കുട്ടികളുണ്ട്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇവര് ഭൂരിഭാഗം പേരും വീട്ടിലിരിപ്പുണ്ട്. നമുക്ക് ഇന്ന് കുറെ പേരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ, അവരടുത്ത് കുഞ്ഞു കവിതകളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വേറൊരു വേൾഡ് ആയിരുന്നു. നമ്മൾ പലയിടത്തും ഇവരെ കൊണ്ടുപോകാറില്ല. കാരണം കവിത ഇവർക്ക് അന്യമായ എന്തോ ആണ് എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ഇവരെ മാറ്റി നിർത്താറുണ്ട്. പക്ഷെ ഇവർക്ക് കവിതയുമായിട്ട് സംവദിക്കാൻ കഴിയും, പ്രൊവൈഡഡ് നമ്മൾ ഇവരെ അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മനോഹരമായ എൻട്രി എന്ന് ഞാൻ വിളിക്കുന്ന തിരുനെല്ലൂർ കവിതകളുടെ. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ തന്നെ വളരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വല്യമ്മച്ചിയുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും അധ്യാപകരാണ്, ഈ ഒരാൾ മാത്രം പഠിച്ചിട്ടില്ല. പുള്ളി ഒരു എന്താ പറയുക, ഒരു ലോക്കലിയൊക്കെ നടക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി കുറേ കവിതകളൊക്കെ ചെയ്യും. അപ്പോൾ അതിലൊന്ന് തീർച്ചയായിട്ടും രമണനാണ്. വേറെ ചില വരികൾ ഞാൻ വളരെ മുതിർന്നതിന് ശേഷമാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് റാണിയിലെ വരികളാണ് ഇദ്ദേഹം ചൊല്ലുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് നമ്മൾ വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടം കവിതയോടും എഴുത്തിനോടും കുറെ കൂടെ അടുപ്പമുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ കാലഘട്ടത്തിനെ പോലെ അല്ല. എങ്കിൽ പോലും എങ്ങനെയാണ് ഈ വരികൾ കാണാതെ പഠിക്കാൻ പറ്റുക? നമുക്കിപ്പോൾ പറ്റുന്നുണ്ട്. കവിതകളും നാടിൻ്റെ തനത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന കവിതകളാണ്. അദ്ദേഹം എഴുതിയ കവിതകളിൽ പ്രധാനമായും തൊഴിലാളികളെ സംബന്ധിച്ചുള്ളതായിരുന്നു. തൊഴിലാളി സ്ത്രീയുടെയും ഒരു കയർ തൊഴിലാളിയുടെയും അതുപോലെ ഒരു വള്ളം തുരയുന്നാളിൻ്റെയും പ്രണയം സംബന്ധിച്ചുള്ള കവിതകളെല്ലാം വലിയ വിപ്ലവാത്മകമായ കവിതകളുമായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ വലിയ മുഖ്യ പങ്ക് വഹിച്ചു കവി എന്ന നിലയിൽ തിരുനെല്ലൂർ കരുണാകരൻ സാർ എന്നാൽ തർക്കമില്ല. അത് കവിതകൾ മാത്രമല്ല, കേരളം, ഇന്ത്യയിൽ കാണുന്ന കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ കവിതകൾക്കും അതുപോലെ നാടകങ്ങൾക്കും കലയ്ക്കുമെല്ലാം വലിയ പങ്ക് കാണേണ്ടതുണ്ട്. നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ നവോത്ഥാന പോരാട്ടങ്ങളെല്ലാം കലയ്ക്കും സാഹിത്യത്തിനും വലിയ പങ്കുണ്ടായിരുന്നു.